ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വിത്ത് മൈ പീരീഡ്സ് ചേച്ചിയാണ് കേട്ടോ. സെക്കൻഡ് ഡേ ആണ്. എങ്ങനെ കൊണ്ടുപോകുമെന്ന് എനിക്കറിയത്തില്ല. ഒരു വക ചെയ്യാൻ തോന്നാത്ത ദിവസമാണ് കേട്ടോ. ഐ മീൻ പർട്ടിക്കുലർലി ഡെയിലി കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ് ഈ സമയത്ത് ജസ്റ്റ് എനിക്ക് എന്തെങ്കിലുമൊക്കെ മൂവീസ് കണ്ട് ചില്ല് ചെയ്യാനാണ് കേട്ടോ താല്പര്യം. പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. അപ്പം കുക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ പോകുന്നു, എന്നെ അധികം ശല്യം ചെയ്യാതെ കൊണ്ടുപോവുകയാണെങ്കിൽ അത്രയും നല്ലത്. ലെറ്റ്സ് ഹോപ്പ് സോ. അപ്പോൾ ഇന്നത്തെ ഡേ എങ്ങനെ പോകും എന്നുള്ളത് നോക്കാം. സോ വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ ഒരു 7:15 ഞാൻ എഴുന്നേറ്റു, ഫ്രഷായി. ഇപ്പം ചേട്ടന് ഇന്ന് ഓഫീസിൽ പോകണം. അപ്പോൾ ചേട്ടന് വേണ്ടിയിട്ടുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. ലഞ്ച് ആക്ച്വലി ഇന്നലെ രാത്രി തന്നെ പ്രിപ്പയർ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ചിക്കൻ പാൻ ഫ്രൈ ചെയ്താൽ മാത്രം മതി. അത് ഞാൻ തലേനെ ചെയ്ത് വെക്കുന്നത് ഇപ്പോൾ കുറവാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഒന്നെങ്കിൽ ഒരു 2 ബുൾസൈ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഓംലെറ്റ് ആയിരിക്കും. അതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും കേട്ടോ. എഗ്ഗ് വെച്ചുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടാക്കുക, അതായിരിക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ചേട്ടൻ്റെ ലഞ്ച് ബോക്സ് റൈസും, ഈ റൈസ് സ്വീറ്റ് കോണൊക്കെ ഇട്ട് ഒരു ഫ്രൈഡ് റൈസ് വെക്കുന്ന പോലൊരു സംഭവമാണ് കേട്ടോ. പിന്നെ പാൻ ഫ്രൈ ചെയ്ത ചിക്കൻ, പിന്നെ ഇതൊരു സോസാണ്, ഓട്സിൻ്റെ പൊടിയൊക്കെ വെച്ചിട്ടുള്ളൊരു സോസ്. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി ഒരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ട റെസിപ്പിയാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. ഞാൻ ഇതൊരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എവറി ഓൾട്ടർനേറ്റീവ് ഡേയ്സാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് ആ ഡേയ്സിലൊക്കെ ഞാൻ എടുക്കാത്ത ഡേയ്സിലൊക്കെ ഞാനിത് കുക്ക് ചെയ്തിട്ടുണ്ടാവും. അത് കാരണം കേട്ടോ ഇത് വീട്ടിൽ വരാത്തത്. ബ്രേക്ക്ഫാസ്റ്റിന് ചേട്ടന് 2 ബുൾസൈ മാത്രമേ കഴിക്കൂ. എനിത്തിങ് എക്സ്ട്രാ പുള്ളി കഴിക്കില്ല. അതുകൊണ്ട് 2 ബുൾസൈ ഉണ്ടാക്കുകയാണ്. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ആ സെയിം പാനിൽ തന്നെയാണ് കേട്ടോ ബുൾസൈ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ആ പാൻ അങ്ങനെ ഇരിക്കുന്നത്. സമയം 8:45. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് 2 ബുൾസൈയും കൂട്ടത്തിലൊരു ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കും രാവിലെ കാര്യമായിട്ടൊന്നും കുക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഇങ്ങനെ ഇഡലി, ദോശ അതിൻ്റെ ഒന്നും ആവശ്യമായിട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊന്നും ചേട്ടൻ കഴിക്കത്തില്ല. ആൻഡ് എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കാനും എനിക്ക് താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഇതും കുഴപ്പമൊന്നുമില്ല, നല്ല ഫില്ലിംഗ് ആയിട്ട് ഒരു ഉച്ച വരെ നിൽക്കാറുണ്ട് എനിക്കും. അപ്പം പിന്നെ ഇത് തന്നെ ഒന്ന് ഉണ്ടാക്കിയാൽ പോരെ. എന്തിനാ ഇങ്ങനെ ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇൻ കേസ് എനിക്ക് എപ്പോഴെങ്കിലും ക്രേവിങ്സ് തോന്നുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഒരു 9 മണിയായപ്പോഴത്തേനും ചേട്ടൻ ഓഫീസിലേക്ക് പോയി കേട്ടോ. അങ്ങനെ ചേട്ടനെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ എത്രയും വേഗം വീട്ടിലെ പണികളൊക്കെ അങ്ങ് ചെയ്ത് തീർക്കാൻ നോക്കുവാണ്. കാരണം എപ്പോഴാണ് എൻ്റെ പീരീഡ്സിൻ്റെ സ്വഭാവം മാറുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെ കാര്യമായിട്ട് ഫിസിക്കലി എൻ്റെ പീരീഡ്സ് വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരാളല്ല, ടച്ച് വുഡ്. പക്ഷേ മാനസികമായിട്ട് ഞാൻ ഒരുപാട് എന്നെ കഷ്ടപ്പെടുത്താറുണ്ട് കേട്ടോ. ലൈക്ക് മൂഡ് സ്വിങ്സ്, പിന്നെ ഒരു വക ചെയ്യാൻ തോന്നാതിരിക്കുക, അങ്ങനെയൊക്കെ. പിന്നെ ഈ മൈൻഡ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭയങ്കര ടയേർഡും വീക്കും ആയിട്ട് തോന്നുമല്ലോ. അപ്പോൾ അതൊക്കെ വരാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാത്രം ചിലപ്പം പെയിനൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ വീട്ടിലെ പണികളൊക്കെ അങ്ങ് ചെയ്ത് തീർക്കാൻ നോക്കുകയാണേ. അങ്ങനെ അത്രയും സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എൻ്റെ പാത്രങ്ങളും കഴുകി, ബെഡ്ഷീറ്റും വിരിച്ചിട്ടു, കഴുകാനുള്ള തുണികളൊക്കെ അങ്ങ് വാഷിംഗ് മെഷീനിലിട്ടു. പിന്നെ കുറച്ച് തുണി ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങ് മടക്കി വെക്കുകയാണ്. എന്താല്ലേ ഇത്രയും സ്പീഡിലൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ പണി ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. 11:30 ഞാൻ തുണിയൊക്കെ മടക്കി വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. എനിക്കെന്തോ വയ്യായ്മ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇനി തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ കഴുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഡ്രയറിൽ ഇട്ടേക്കുവാണ് കേട്ടോ. അതായി ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ അത് ഡ്രയറിൽ സാധാരണ
ഞാൻ ഇടാറില്ല, എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. ഡ്രയറിലിട്ട് ഉണങ്ങി വരുന്ന തുണിയൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷേ ഈ ഒരു വെതറിൽ കംപ്ലീറ്റ്ലി നമുക്ക് പുറത്തിട്ട് ഉണക്കാൻ പറ്റത്തില്ല. അത് കാരണം കുറച്ച് നേരം ഞാൻ ഡ്രയറിലിട്ട് ഉണക്കിയിട്ടാണ് ഞാൻ പുറത്ത് കൊണ്ടുവന്ന് ഇടുന്നത്. കംപ്ലീറ്റ്ലി ഡ്രയറിലിട്ട് ഉണക്കുന്നതും എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഭയങ്കര സ്മെല്ല് എന്തോ വരുന്നത് പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല. അത് ഇട്ടിരിക്കുകയാണ്. ഇനി അതായിക്കഴിഞ്ഞാൽ അത് പുറത്ത് വിരിച്ചിടണം. അതാണ് കേട്ടോ പണി. അപ്പോൾ തുണി അവിടെ കിടന്നാവട്ടെ. അപ്പോൾ അതുവരെ ഞാൻ ഒരു ഫ്രൂട്ട് കഴിക്കാൻ പോവാണ്. ഇത് ഞാൻ ഇന്നലെയാണോ, അതെ, അല്ല, ഈ സാറ്റർഡേ ആണോ ഇന്നലെയോ മെനഞ്ഞാന്നോ. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വട്ടം ഷോപ്പിങ്ങിന് പോയപ്പം കണ്ടൊരു ഐറ്റമാണ്. റൂബി ഗ്രേപ്പ് എന്നാണ് കേട്ടോ ഞാൻ കണ്ടത്. അപ്പോൾ ഇത് എന്തുവാ സംഭവം എന്ന് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അത്യാവശ്യം വിലയും കുറവായിരുന്നു. ഒരു 2.99 per kg ആയിരുന്നു കേട്ടോ. അപ്പം എങ്ങനെയായി വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ. ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. ഇതിങ്ങനൊക്കെ തന്നെ ആണോ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ. ഇത് നമ്മുടെ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലത്തെ ഒരു ഫ്രൂട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അതിനെ ഇങ്ങനെ റൂബി ഗ്രേപ്പ് എന്നാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് കട്ട് ചെയ്യാൻ വല്ല ഈസി മെത്തേഡും ഉണ്ടാവുമോ? Or am I destroying this fruit? Okay. This is the thing. പുളിപ്പാ. ഞാൻ സെലക്ട് ചെയ്തെടുത്ത ഫ്രൂട്ട് ശരിയായില്ലെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇത് ആദ്യമായിട്ടല്ലേ വാങ്ങുന്നത്. ബട്ട് പുളിപ്പാണെങ്കിലും കൊള്ളാം. ഒരു ഇടയ്ക്കൊരു മധുരം വരുന്നുണ്ട്. സൂപ്പർ, ഐ ലൈക്ക് ഇറ്റ്. ബാക്കി എടുത്ത് ഫ്രിഡ്ജ് വെക്കാം അല്ലേ. വയറിന് നല്ല തണുപ്പ് ഇത് കഴിച്ചപ്പോൾ. ഇതിനെ എന്തുകൊണ്ടായിരിക്കും ഗ്രേപ്പ് എന്ന് വിളിക്കുന്നത്? റൂബി ഗ്രേപ്പ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെ ഡ്രയറിലെ തുണിയൊക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇനി പുറത്ത് വിരിക്കാൻ പോവാണ്. ഇനി ഞാൻ കുറച്ച് ക്രോഷ ചെയ്തുകൊണ്ട് ഒരു മൂവി കാണാൻ പോവാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ വീക്കിൽ ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ, ഞാനൊരു കീ ചെയിൻ, ഹാർട്ടിൻ്റെ കീ ചെയിൻ ഉണ്ടാക്കാൻ പോവാന്നുള്ളത്. അപ്പം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ എന്തൊക്കെയോ മിസ്റ്റേക്ക് കാണിച്ചു, അത് കുളമായി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് പിന്നീട് ഞാനത് കണ്ടിന്യൂ ചെയ്തില്ല കേട്ടോ. പക്ഷേ അത് ഇന്ന് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ഇന്ന് ഞാൻ എല്ലാം എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിച്ചു. ബിക്കോസ് ഐ എം നോട്ട് ഫീലിംഗ് വെൽ. സമയം 1 മണിയായി. ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇത് രാവിലെ ചേട്ടന് കൊടുത്തുവിട്ട സെയിം ലഞ്ചാണ്. റൈസും ചിക്കൻ പാൻ ഫ്രൈ ചെയ്തതും പിന്നെ ആ സോസും കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വേഗം പോയി കഴിക്കട്ടെ, നല്ല വിശപ്പ്. പിന്നെ ഞാൻ ക്രോഷേ കംപ്ലീറ്റ് ചെയ്തില്ല കേട്ടോ, കുറച്ചേ ആയുള്ളൂ. കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഹലോ, സമയം 5:30 ആയി കേട്ടോ. അപ്പോൾ ഞാൻ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. കുറച്ച് നേരം ക്രോഷേ ചെയ്തു. അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്ത ആ കീ ചെയിൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതാർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ലൊരു സംഭവമാണല്ലേ. അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ ഇനി ലഞ്ച് ഉണ്ടാക്കണം, ഡിന്നർ ഉണ്ടാക്കണം. എനിക്ക് ഭയങ്കര മടിയാവുന്നു, എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ തോന്നുന്നില്ല. പക്ഷേ ഇന്ന്
ഡിന്നറും നാളത്തേക്കുള്ള ലഞ്ചും കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നാളെ എനിക്ക് രാവിലെ ഒന്നും ചെയ്യണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിക്കുകയാണ് ഇന്നങ്ങ് ഉണ്ടാക്കാമെന്ന്. റൈസും ചിക്കൻ കറിയും ആണ് കേട്ടോ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീക്ക് ഞാൻ മീൽ പ്ലാനിങ് ഒന്നും ചെയ്തില്ല കേട്ടോ. അതിൻ്റേതായ കുഴപ്പങ്ങളും ഉണ്ട്. കാരണം ഞാനാണെങ്കിൽ എന്തുണ്ടാക്കും എന്ന് അങ്ങനെ കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ ഇപ്പം. അത് ഈ മീൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ ബോഡി നോക്കിയിട്ട് എന്താ ഉണ്ടാക്കണം എന്നങ്ങ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഒട്ടും പ്ലാൻഡ് അല്ലാത്തത് കൊണ്ട് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് ഞാൻ. വീക്ക് ഫുള്ളൊരു അൺപ്ലാൻഡ് രീതിയിലാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തോന്നുന്നത് അപ്പം ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ചിക്കനും പിന്നെ റൈസിനും വേണ്ടിയിട്ടുള്ള സവോള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സമയത്ത് കിച്ചണിൽ കയറുന്നതേ ഇഷ്ടമല്ല. പിന്നെ ഞം പോണ്ടേ. പിന്നെ ഞങ്ങൾ ഈ കഴിഞ്ഞ വീക്കിലും ഇതുപോലെ പുറത്തുനിന്നൊന്നും കഴിക്കത്തില്ല എന്ന് ഒരു പ്രോമിസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടും ഞങ്ങൾ പുറത്ത് പോയി കഴിച്ചു കേട്ടോ. അതും 3-4 ദിവസം പുറത്ത് പോയി കഴിച്ചു. ഞങ്ങൾക്കപ്പം ഗിൽട്ട് അടിച്ചു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അതുകൊണ്ട് മാക്സിമം ഞാൻ പുറത്തുനിന്ന് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ്. അറിയത്തില്ല, ചിലപ്പോൾ എൻ്റെ മൂടപ്പം വേണമെങ്കിലും മാറാം. പെട്ടെന്നങ്ങ് ചിക്കൻ കറി ഉണ്ടാക്കി കഴിയുകയാണെങ്കിൽ പിന്നെ പാതി പണി അങ്ങ് കഴിയും. അപ്പോൾ ഞാൻ ക്വിക്ക് ചിക്കൻ കറി അങ്ങ് ഉണ്ടാക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയമായപ്പോഴത്തേനും എൻ്റെ പീരീഡ്സ് അതിൻ്റെ തനി സ്വഭാവം കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മൈൻഡ് സ്വല്പം ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എൻ്റെ ഉള്ളിലെ നാഗവല്ലി എപ്പോൾ വേണമെങ്കിലും പുറത്ത് ചാടാം എന്നുള്ള രീതിയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരു വിധത്തിൽ ഞാൻ കടിച്ചു പിടിച്ച് കുക്കിംഗ് ചെയ്യാണ്. എനിക്ക് വാശിയായിരുന്നു കേട്ടോ എനിക്ക് പുറത്തു പോയി കഴിക്കണ്ട എന്നുള്ളത്. മടിയൻ മല ചുമക്കൊന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു കേട്ടോ. ഞാനാണെങ്കിൽ പാത്രങ്ങൾ കഴുകുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രത്തിൽ തന്നെ ചോറ് വെച്ചു. സാധാരണ ഞാൻ വേറൊരു പാത്രത്തിലാണ് ചോറ് വെക്കുന്നത്. ആൻഡ് ഞാൻ സാധാരണ ഈ ഡ്രെയിൻ ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. എനിക്കല്ലാണ്ട് റൈസ് കുക്ക് ചെയ്യാൻ അറിയത്തില്ല. ആ വെള്ളത്തിൻ്റെ ഇതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇപ്രാവശ്യം അല്ലാണ്ട് ഡ്രെയിനർ കഴുകണ്ടാലോ എന്ന് വിചാരിച്ച് അല്ലാണ്ട് കുക്ക് ചെയ്തു. റൈസ് എല്ലാം കൂടെ ഓവർ കുക്ക്ഡ് ആയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു കേട്ടോ. ഞാൻ പിന്നെ അതെടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അങ്ങനെ ChatGPT പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് സ്റ്റിക്കിനെസ് മാറുമെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്താ ഉണ്ടായി, ഇതിലെ കുറച്ച് വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഡ്രെയിനറും എടുക്കേണ്ടി വന്നു. പിന്നെ ഈ പാത്രവും ഒട്ടിപ്പിടിച്ചിരിക്കുന്നതും കഴുകണം. പിന്നെ വേറെ കുറേ പാത്രങ്ങളുമായി കുറേ എനിക്കറിയാൻ പാടില്ല, ഭ്രാന്തെടുക്കുന്നത്. ഇതാണ് പറയുന്നത് മടിയൻ മല ചുമക്കുന്നത്. ഞാൻ ചുമന്നു. ഇനി ഇതല്ല എനിക്ക് കഴുകണം. ഇതൊക്കെ ഒട്ടിപ്പിടിച്ചാണ്ടില്ലേ. അറിയാൻ വയ്യാത്ത പണിക്ക് നിൽക്കരുത് എന്നുള്ള ഒരു പാഠമാണ് ഇന്ന് ഞാൻ പഠിച്ചത്. പീരീഡ്സ് ആയാലുള്ള കുഴപ്പം ചെയ്യുന്നതിനൊന്നും ഒരു ആത്മാർത്ഥതയും ഉണ്ടാവില്ല. എനിക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു ടെൻഡൻസിയാണ് തോന്നുന്നത്. കാരണം എനിക്ക് പറ്റുന്നില്ല, എനിക്കിഷ്ടമാവുന്നില്ല. എന്തോ ഭയങ്കര മൂഡ് സ്വിങ്സ് എല്ലാം കാണുന്നതൊക്കെ അങ്ങ് ദേഷ്യം വരിക. അപ്പോൾ ഒബ്വിയസ്ലി അങ്ങനെ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ കേട്ടോ. ഫീൽ ലൈക്ക് സോ എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് അങ്ങ് ഫുഡ് വാങ്ങിയാൽ മതിയായിരുന്നു. ചേട്ടനാണെങ്കിൽ കേട്ടോ ഓഫീസിൽ നിന്ന് വന്നിട്ടുമില്ല. എനിക്കെന്തോ ഫുഡിന് ടേസ്റ്റ് തോന്നില്ല, ഞാനുണ്ടാക്കുന്ന ഫുഡ് കഴിക്കണ്ട, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നില്ല കേട്ടോ. എല്ലാം കൂടെ വലിച്ചു കീറി 4 വഴിക്ക് എറിയാൻ തോന്നുക. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യണം, പീരീഡ്സിൻ്റെ സമയത്ത് ഒരു വീക്കിലേക്കുള്ള ഫുഡ് അങ്ങ് പ്രിപ്പയർ ചെയ്തങ്ങ് വെക്കണം ഫ്രീസറിലെങ്ങാണം. ഇനി അത് ചെയ്യണം. പക്ഷെ എനിക്ക് കുറേ കാലം ഫ്രിഡ്ജിലിരുന്ന് ഫുഡും കഴിക്കാൻ ഇഷ്ടമല്ലെന്നേ. ഈ വീക്കിലെ ഏറ്റവും ബെസ്റ്റ് പർച്ചേസ് ഈ ഫ്രോസൺ വെജീസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ജസ്റ്റ് 2.5 മിനിറ്റ് മൈക്രോവേവ് ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ
വേവിച്ചിട്ട് ഫ്രോസൺ ചെയ്ത വെജീസാണ് കേട്ടോ. ഇപ്പോൾ 2.5 മിനിറ്റ് മാത്രം മൈക്രോവേവ് ഓവൻ ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സീസൺ ചെയ്താൽ മതി അല്ലേ? ബെസ്റ്റ് അല്ലേ? എനിക്ക് അരിയണ്ട, വേവിക്കേണ്ട, അങ്ങനത്തെ ഇതൊന്നുമില്ല. അപ്പോൾ ഇത് നല്ലൊരു ഹെൽപ്ഫുൾ സാധനമാണ് കേട്ടോ. എൻ്റെ ചിക്കൻ കറി ഇവിടെ ആയിട്ടുണ്ട്. ഇനി റൈസൂടെ വെജിറ്റബിൾസ് ഇട്ടൊന്നാക്കിയാൽ മാത്രം മതി. അതോടെ ഡിന്നർ റെഡിയാവും. നല്ല പെർഫെക്റ്റായിട്ട് വന്നത് കണ്ടില്ലേ? പിന്നെയും ഒരബദ്ധം പറ്റി ഗൈസ്. ഞാനേ വെജിറ്റബിൾസ് നിങ്ങൾ കണ്ടല്ലോ, ആ വെജിറ്റബിൾസ് എടുത്ത് സോട്ടേ ചെയ്തിട്ട് വലിയ കാര്യത്തെ റൈസൊക്കെ ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ എൻ്റെ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് മഷ്റൂം കൂടി ഇടാൻ തോന്നി. അങ്ങനെ മഷ്റൂം എടുത്തിട്ട്, പക്ഷെ അത് എക്സ്പയർഡ് മഷ്റൂമായിരുന്നു. എക്സ്പയർഡ് മഷ്റൂമായ അൺസേഫ് ആണെന്ന് പറഞ്ഞു. അതെനിക്ക് മൊത്തത്തിൽ എടുത്ത് കളയേണ്ടി വന്നു. മൊത്തത്തിൽ എല്ലാ വെജിറ്റബിൾസും എടുത്ത് കളയേണ്ടി വന്നു. ഇന്ന് എനിക്ക് എന്ത് പറ്റി ദൈവമേ? വീണ്ടും എനിക്ക് ഒന്നേന്ന് പറഞ്ഞു തുടങ്ങണം. ഈ കെയോസിൻ്റെ ഇടയ്ക്കെല്ലാം ഞാൻ സ്റ്റൗവ് ഓണാക്കിയിട്ടിട്ട് ആയിരുന്നു ഇവിടെ കിടന്ന് ഓരോന്ന് കാട്ടി കൂട്ടിയത്. എനിക്ക് എന്നെക്കുറിച്ചൊന്നും പറയാനില്ല. ഇന്നെല്ലാം പോയി. ഞാൻ എൻ്റെ ഡിന്നർ ഉണ്ടാക്കിയിട്ടുണ്ട്. റൈസും ചിക്കൻ കറിയും. ഇനി ഞാനിതൊന്ന് പോയി കഴിക്കട്ടെ. അതുപോലെ ഈ വീഡിയോയും ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കാരണം ഇനി എനിക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ആരോഗ്യമില്ല, 1. 2 ഇനി വേറെ പരിപാടികളും ഇല്ല കേട്ടോ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please do like, share and subscribe to my channel. See you in my next vlog. Till then, ta-ta!